നിങ്ങളുടെ വലിയ ഫാനാണ് ഞാൻ. നിങ്ങളുടെ ഈ കോഴിക്കോട് സ്ലാങ്, ടൈമിങ്, അതിൻ്റെയൊക്കെ അത് ചെയ്യാൻ അത്ര എളുപ്പമല്ല സ്റ്റേജിൽ. ഞാൻ നിങ്ങളുടെ കുറേ സ്കിറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഈ ഗോൾഡൻ ബമ്പർ അടിച്ചിട്ടുള്ള ആ ഒരു സ്കിറ്റിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊരു പ്രത്യേക ശരീരഭാഷയൊക്കെ ഉള്ള, അതായത് അമ്മായിമ്മയും മരുമകളും ബോക്സിംഗ് റിങ്ങിൽ ഏറ്റുമുട്ടുന്ന ഒരു ഐഡിയ ഉള്ളതാണ്. അതിന്റെ എപ്പിസോഡ് മുഴുവനും യൂട്യൂബിലായിട്ട് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ അത് നിങ്ങളുടെ ജഡ്ജ്മെന്റിന് ശേഷം ഒക്കെ ആളുകൾ കാണുന്നു. ഒരുപാട് കമന്റ്സ് അതിനിടയിൽ വരുന്നു. വളരെ ഇമോഷണൽ ആയ മൊമെന്റും കൂടിയാണ് ആ സ്കിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഗോൾഡൻ ബമ്പർ അടിച്ച ആ ദിവസം അതൊന്ന് മൊത്തത്തിൽ എന്നോട് പറയും. അത് ഒരു ദിവസത്തിലുള്ളതല്ല, അത് കുറച്ച് ദിവസങ്ങളുടെ കഷ്ടപ്പാടാണ്. 4-5 ദിവസം നമ്മൾ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഗ്രൂമർ ഉണ്ട്, വിഷ്ണുവേട്ടനാണ്. വിഷ്ണുവേട്ടന്റെ ഐഡിയ ആണ് ഈ അമ്മായിയും മരുമകളും തമ്മിലുള്ള ഒരു നോർമലായിട്ട് എപ്പോഴും ഉണ്ടാകുന്ന കണ്ടന്റ് ആണ് അമ്മായിമ്മ മരുമകൾ വഴക്ക് എല്ലാത്തിലും ഉള്ളവ. പക്ഷെ ഇത് വേറൊരു പ്രതലത്തിൽ കൊണ്ടുപോയിട്ടാണ്, അതാണ് ഐഡിയ എന്ന് പറയുന്നത്. ഞങ്ങളുടെ അവിടുത്തെ ഭാഷ നിങ്ങൾ വേറെ പ്രതലത്തിലേക്ക് കൊണ്ടുവരും. അല്ല നിന്നെ കൊണ്ടൊക്കെ പറയാൻ അപ്പൊ അങ്ങനെ അത് വേറൊരു ഐഡിയ ആണുള്ളത്. കാരണം അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ഈ പോര് തീർക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് തീരുമാനിച്ചതായി ഇവരെ ബോക്സിങ്ങിലൂടെ ഇവർ ആര് ജയിക്കുന്നോ അവർ ജയിച്ചത്. അങ്ങനെയാണ് അത് പോകുന്നത്. അവൻ പോയപ്പം പുള്ളിയാണ് നമുക്ക് അതെല്ലാം സെറ്റാക്കി തന്നത്. ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയാ ഒരു വഴിത്തിരിവായ ഒരുപാട് കമന്റ്സ്, ഒരുപാട് പേര് വിളിച്ചു. നമ്മളെ അംബിക മാം നമ്മളെ നമ്പർ മഴവിൽ വിളിച്ച് രണ്ടുപേരെയും വിളിച്ചു. എന്നിട്ട് ചാര പ്രാങ്ക് ചെയ്തിട്ട് ഹലോ ഞാൻ അംബിക നമ്മള് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒന്നാമത്തെ പ്രാങ്ക് കിട്ടുന്ന. അപ്പൊ പുള്ളിക്കാരി ഇങ്ങോട്ട് പറയാ എന്നെ മനസ്സിലായോ, തമിഴിതായിട്ടാ പറഞ്ഞ ഞാൻ രാജാവിന്റെ മകനിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഒരാൾ പറയുമ്പോ അപ്പൊ ഞാൻ അയ്യോ മാഡം അങ്ങനെയൊന്നും പറയില്ലേ, നമ്മള് കാണുന്നല്ലേ. പക്ഷെ കാണാറുണ്ട്. അപ്പൊ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്പർ ചെയ്ത് രണ്ടുപേരെയും വിളിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. അത് അതിൽ ആ ശരീരഭാഷയില്ലേ, ഞാൻ കാണിച്ചുതരാ. അതെങ്ങനെ കിട്ടിയ ആ സാധനം? അത് ഒന്നാമത് പ്ലേ ചെയ്ത് വന്നപ്പോൾ ഉള്ള ഒരു സംഭവമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ രഞ്ജിത്ത് സാറ് പറഞ്ഞു, ഞങ്ങൾ ഫസ്റ്റ് ചെയ്ത സമയത്ത് സ്കിറ്റ് എന്തെങ്കിലും കിട്ടുമ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചുമ്മാ എന്തെങ്കിലും സാധനം വരുമ്പോൾ അത് പ്ലേ ആക്കി അങ്ങനെ എടുക്കും, വെറുതെ ചുമ്മാ എടുക്കും. അപ്പം സാറിന് അത് ഇഷ്ടപ്പെടും. സാറ് പറഞ്ഞു അത് കണ്ടിന്യൂ, അത് മൊത്തത്തിൽ അങ്ങനെ എടുക്കുക, അങ്ങനെ തന്നെ പോട്ടെ. അതിലാണ് അങ്ങനെ. പിന്നെ നമ്മൾ ആ ബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ സെക്കൻഡ് റൗണ്ട് ആയിട്ടാണ് കാണിക്കുന്നത്, ഇടിയൊക്കെ കിട്ടിയിട്ട്. അപ്പോഴേക്ക് ക്ഷീണം വേണമല്ലോ. അപ്പം ആ ഒരു ക്ഷീണം കൂടെ വരുന്ന ബോഡി ലാംഗ്വേജ് ആക്കിയിട്ടാണ് അങ്ങനെ ചെയ്ത്. ഇടി കൊണ്ടായിരുന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും? ഇടി കൊള്ളാനൊക്കെ അടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ മുന്നേ തലേന്നെന്തോ തലേന്ന് ഇടിച്ചിട്ട് ഇവള് ആ പ്രതികാരം ഞാൻ തീർക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ അതിനുള്ള സമയം കിട്ടിയില്ല. ഇടിച്ചിവിടെ അതുകൊണ്ട്, കാരണം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാ. ഇത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ, നമ്മളിതൊന്നും ഇട്ടില്ലല്ലോ. പക്ഷെ ഇത് ഭയങ്കര സ്ട്രോങ്, ഇത് ഇങ്ങനെ തന്നെ വെക്കട്ടെ. കഷ്ടപ്പാടാണ്. എന്നിട്ട് അതിൻ്റെ അത് പറഞ്ഞല്ലോ ഫുൾ എപ്പിസോഡ് കിട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചു. കാരണം സീസൺ 2 തുടങ്ങിയിട്ട് നമ്മുടെ മൂന്നാമത്തെ സ്കിറ്റാ. നമ്മളെ കോംബോ വന്നിട്ട് മൂന്നാമത്തെ സ്കിറ്റാ. ഫസ്റ്റ് ഒരു 15, പിന്നെ ഒരു ബമ്പർ, പിന്നെ വരുന്നത് ഈ സ്കിറ്റാ. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം 3 വർഷമായിട്ട് ഓരോരുത്തരൊക്കെ ബമ്പർ ഗോൾഡൻ അടിക്കുന്നു. അപ്പൊ പിന്നെ അധികം ജെൻസ് ആണ്, അധികം ലേഡീസ് ആരും അടിച്ചിട്ടില്ല. ഞങ്ങളാണ് ഫസ്റ്റ് ടീം. ഞങ്ങൾ ചുമ്മാ അവിടുന്ന് എന്തൊക്കെയോ കൗണ്ടർ പറഞ്ഞു. മഞ്ജു ചേച്ചി നടന്നു വരുന്നു, മഞ്ജു ചേച്ചി പറയുന്നു. ഞങ്ങൾ സാധാ സംസാരിക്കുക. ഇവിടെ കുറച്ചും കൂടെ ഫോർമലായി പോകണ്ടോന്ന് എനിക്കൊരു സംശയം. അതെ, കോഴിക്കോട് ഭാഷ പോകുന്നുണ്ട്. ഞങ്ങൾ സാധാരണ സംസാരം കോഴിക്കോട് ഭാഷയിലാണല്ലോ പറയുന്നത്. അപ്പൊ ഇവള് കുറച്ചുകൂടി നന്നായി സംസാരിക്കും. എപ്പോഴും ഞാൻ പറയും ഇതിനെങ്ങനെ സെറ്റപ്പ് ആക്കി. അപ്പൊ ഇപ്പോഴോ അത് ഞാൻ പിന്നെ ക്യാമറ കോഴിക്കോട് സംസാരിക്കുന്നോണ്ട് വിഷയമൊന്നുമില്ലല്ലോ. അപ്പൊ മഞ്ജു ചേച്ചി ഇങ്ങനെ നടന്നു വരിക. അപ്പൊ ഞങ്ങൾ വെറുതെ സാധാ പറയുന്ന പോലെ തന്നെ എങ്ങനെ പറയാ, ആ മഞ്ജു ചേച്ചി വരുന്നുണ്ട്, മഞ്ജു ചേച്ചി ഒന്ന് ഇടിക്കണം. അപ്പൊ ഇവിടെ ഏതായാലും വരില്ല, ഗോൾഡൻ ബസർ അടിച്ചിട്ട് പൊട്ടി. അപ്പൊ അത് ഭയങ്കര മൊമെന്റ്. മഞ്ജുജി കരയുന്നു, മഞ്ജുജി നിങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തു ആ മൊമെന്റ്. മഞ്ജുജിയും നിങ്ങളെ കാണുന്ന മഞ്ജുജിയുടെ ഒരു പണ്ടത്തെ കാലം ആ ഒരു വൈബിലാണ്. ഭയങ്കര ഫീൽ ചെയ്ത് കെട്ടിപ്പിടിച്ച് ഞങ്ങൾ നല്ല രസമായിട്ട്.
എങ്ങനെ പോകുന്നു ഈ ഒരു ബമ്പർ ജീവിതം? ബമ്പർ ജീവിതം എന്ന് പറഞ്ഞാല് നമുക്കൊരു 3-4 ദിവസം ഭയങ്കര കഷ്ടപ്പാടാ. കാണുമ്പോ എളുപ്പമായിരിക്കും, നമ്മൾ ഒരു 4 മിനിറ്റ് സ്കിറ്റ് അല്ലെ 5 മിനിറ്റ് സ്കിറ്റ് ചെയ്യുമ്പോ, പക്ഷെ അതിന്റെ ബാക്കിൽ എല്ലാരും വർക്ക് ചെയ്യുന്നു. എല്ലാരും വർക്ക് ചെയ്യാ. അതിലെ കൗണ്ടറുകളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ സാറ് പറയും, അപ്പൊ നമ്മൾ മാറ്റുന്നു, നമ്മൾ സ്ക്രിപ്റ്റ് മൊത്തത്തിൽ മാറ്റുന്നു, പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, തലേന്ന് ക്ലൈമാക്സ് കിട്ടുന്നു, രാത്രി പഠിക്കുന്നു, പിറ്റേന്ന് കളിക്കുന്നു. കഷ്ടപ്പാടുണ്ട്, പക്ഷെ അതിന്റെ റിസൾട്ട് സന്തോഷമല്ലേ. ഈ ഒരു സ്കിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടൈമിംഗ് ഒക്കെ ആണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത്. ഈ ടൈമിംഗ് ആ കാര്യം എങ്ങനെ കറക്റ്റായിട്ട് ക്രാക്ക് ആവുന്നത്? അത് എപ്പോഴും പറയും നമ്മളെ കോംബോ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പറയുന്നു. ഈ ഒരു സാധനം തന്നെ അവിടെ വരുന്നത്, ഈ ബോക്സിങ്ങിലൊക്കെ കറക്റ്റ് ഈ സാധനം തന്നെ അവിടെ വന്നത്. നമുക്ക് ഒരാള് പറയുമ്പോ മറ്റേ ആൾ ടപ്പേ അടുത്തത് കൊടുക്കുക അങ്ങനെയുള്ള സ്കിറ്റുകളായി ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. ഒന്ന് പറയുമ്പോ അങ്ങനെ പറയുന്ന ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പൊ അങ്ങനെ പറഞ്ഞു പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്ത് വരുമ്പം അറിയാം, ഇനിയിപ്പോ ഒരാളെ കയ്യിൽ നിന്ന് പോയാലും അറിയാം, അല്ലെങ്കിൽ അടുത്ത അയാൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമുക്കൊരു മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ജഡ്ജ്മെന്റ് ഒക്കെ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിലത്തെ കാര്യങ്ങൾ കുറച്ച് പറയണ കേട്ടിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ട് അറിയില്ല ശരിക്കും ആരാന്ന്. ഫസ്റ്റത്തെ ചോദ്യം ചോദിച്ചാൽ ആരാന്ന് മനസ്സിലാക്കി. എന്താ പഠിച്ചത്? അതെ, ഹലോ ഹായ് നമസ്കാരം, ഞാൻ ദൃശ്യ. ഞങ്ങളല്ലോ നമസ്കാരം, ഞാൻ ജോത്സ്ന. ഞാൻ ദൃശ്യ നെയ്യ്. എന്റെ സ്വന്തം വീട് എന്ന് പറയുന്നത് കോഴിക്കോട് പൈമ്പാലശ്ശേരി, അതായത് നരിക്കുനി പൈമ്പാലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ കല്യാണം കഴിച്ചത് രാമനാട്ടുകര ഐക്കരപ്പടി എന്ന് പറയും. അവിടെ എന്റെ സ്വന്തം വീട്ടിൽ എന്റെ അച്ഛൻ, അമ്മ, ഞാൻ പറഞ്ഞിട്ട് പറയട്ടോ, അച്ഛൻ, അമ്മ, ചേച്ചി ഉണ്ട്, ചേച്ചി കല്യാണം കഴിഞ്ഞൊരു മോനുണ്ട്. ഹസ്ബൻഡിന്റെ വീട്ടില് ഹസ്ബൻഡ്, അമ്മ, ഹസ്ബൻഡ്, അമ്മ, അച്ഛൻ, പിന്നെ പെങ്ങളുണ്ട്, കല്യാണം കഴിഞ്ഞു, ഒരു മോനുണ്ട്. പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും ഒരു മോനുണ്ട്. ഏകാൻഷ് എന്നാണ് പേര്. ഇപ്പൊ 2 വയസ്സാവാൻ പോകുന്നു. കേശു എന്ന് വിളിക്കും. ഭയങ്കര കച്ചറയാണ്. ഓക്കെ, താങ്ക് യു. പിന്നെ പഠിച്ച അവിടെ കിടോ. പിന്നെ ഞാനൊരു ചായ പിടിച്ചു വരാം അതിന്റെ ഇടയിൽ കൂടെ. പിന്നെ പഠിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് MA BEd ആണ്, ഇംഗ്ലീഷാണ്, ടീച്ചറാണ്. പ്രൊഫഷൻ എന്ന് പറയുന്ന ടീച്ചറാണ്. 4 വർഷം വർക്ക് ചെയ്തു. പഠിപ്പിച്ചു. അവരുടെ അവസ്ഥ ആലോചിച്ച് 4 വർഷം പഠിപ്പിച്ച്. അപ്പൊ പിന്നെ ആ സമയത്ത് കല്യാണം കഴിഞ്ഞു. ലോക്ക്ഡൌൺ സമയത്താണ് കല്യാണം കഴിയുന്നത്. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ നമ്മള് ടീച്ചേഴ്സിനപ്പം വലുതായിട്ട് പണിയൊന്നുമില്ല. അപ്പൊ വെറുതെ ഇരുന്ന് TV കണ്ടോണ്ടിരുമ്പോ ബമ്പർ ചീരിന്റെ പരസ്യം കാണുന്നു, വീഡിയോ അയക്കുന്നു, അങ്ങനെ സെലക്ട് ആവുന്നു. പിന്നെ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. 4 വർഷം സ്കൂളിൽ ടീച്ചറായിരുന്നു ഞാൻ. കാണാനൊരു ലുക്ക് ഇല്ലെങ്കിലും അങ്ങനെ ആവാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമ്മള് എങ്ങനെ അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ പഠിക്കുന്ന സമയത്തും ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ഹൈ ആയിട്ട് പഠിക്കുന്ന ആളുമല്ല, താഴെയുള്ള ആളല്ല. ഞാൻ നടുവിലാണ് പോയിക്കൊണ്ടിരുന്നത്, മിഡിലായിട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. അത് ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ അങ്ങനെ തന്നെയാണ്. എനിക്കറിയാം എങ്ങനെയൊക്കെയാണ്. ഒരു കുട്ടി ഒരു എക്സാമിന് എങ്ങനെ കോപ്പി അടിച്ചാലും ഞാൻ പിടിക്കും. കാരണം ഞാൻ ഇത് കഴിഞ്ഞിട്ടില്ലേ, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം പറയുന്നു, മിസ് വെറും അലമ്പായിരില്ലേ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ കളിക്കാം, പിന്നെ ഡാൻസ് പഠിപ്പിക്കാൻ, എല്ലാത്തിനും കൂടെ നിൽക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഒരുവിധം ഇഷ്ടം.